വണ്ടീകരണ പൂച്ച. ഓക്കെ വെച്ചു ഇന്ന് ഞാൻ പോകാൻ പോകുന്നത് വേറെ എവിടെയല്ല, കുറേ ക്യാറ്റ്സിനെ കാണാനാണ്. സത്യം പറഞ്ഞാൽ ഒരു ക്യാറ്റ്സിൻ്റെ ഒരു ബോർഡിങ്, പിന്നെ അവരെ ഗ്രൂം ചെയ്യുന്നൊരു സ്ഥലമാണ്. എൻ്റെ ഫ്രണ്ട് നടത്തണേ. അപ്പോൾ എനിക്ക് ആക്ച്വലി അതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല, എങ്ങനെയാണ് ആ സ്ഥലം എന്നൊന്നും. അവിടെ പോയിട്ട് വേണം കാണാൻ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പെറ്റ് ലവേഴ്സിനും ക്യാറ്റ്സിന് സ്പെസിഫിക് ആയിട്ടുള്ള ലവേഴ്സിനും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കുന്നു എനിക്ക് ഇപ്പോഴും ഊഹിക്കാം. കാരണം നിറയെ ക്യാറ്റ്സിനെ ഒരുമിച്ച് കാണല്ലേ. ഹാപ്പി ബോളിംഗ് ലഭിച്ചു. ഓ അടിപൊളിയായിട്ട് ലഭിച്ചു. എന്തിന് അയക്കല്ല ഒരുണ്ടോ അവിടെയുണ്ട്, ഇവിടെയുണ്ട്. വെൽക്കം ടു ആരുമില്ല. അതാണ് എൻ്റെ ഹാപ്പി. ഒരു മിനിറ്റ് കഴിഞ്ഞില്ല. സാനിറ്റൈസ് ചെയ്യണം. ആദ്യം തന്നെ നാക്കൊക്കെ ഇട്ട് പുറത്തേക്ക് എന്തൊന്നും കഴിക്കാൻ. പെണ്ണുങ്ങളെ ഇഷ്ടമല്ല പറഞ്ഞേ. ഇത് ബിച്ചുവിന്റെ പെണ്ണുങ്ങളെ ഇഷ്ടമുള്ള പൂച്ചയാണ്. ഹാപ്പിക്ക് എന്നെ ഇഷ്ടമായിരുന്നു. ഞാൻ ക്യാറ്റ്സിനെ കാണാൻ വരാന്ന് പറഞ്ഞില്ല, അത് വേറെ ഒന്നുമല്ല. എൻ്റെ ഫ്രണ്ട് ബിച്ചു ആണ്. ഇവന്റെ കാറ്റ് ഗ്രൂമിങ് ഷോപ്പാണ്. കാറ്റ് ഗ്രൂമിങ് ആൻഡ് ബോഡി ഷോപ്പാണ്. ഭയങ്കര പൂച്ചയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ കണ്ടത് ബിച്ചുവിന്റെ സ്വന്തം പൂച്ച ഭയങ്കര വികൃതി. മമ്മി ഭയങ്കര ഇതാണ്, അഗ്രസീവാണ്. തുറന്ന പ്രശ്നമൊന്നുമില്ല, പക്ഷെ അതിനെ തൊടാനൊന്നും പറ്റൂല. ഇവരെ തൊടാം, മമ്മീനെ തൊടാൻ പറ്റൂല. മമ്മി പുറത്തിറങ്ങുമൊന്നുമില്ല. എന്താണ് മാമി ഇങ്ങനെ അച്ഛനെ പോലെ ഇരിക്കുന്നത്? ഇല്ല മോട്ടർ ഓണാക്കി അമ്മനെ പൊന്നു മോട്ടർ ഓണാക്കി ഓടി. ഞാൻ എടുക്കണോ? മര്യാദക്ക് താഴെ നീ. ഞാൻ പിന്നെ എടുക്കാം. വെൽക്കം. പേടിച്ചിരിക്കുകയാണ്. ഞാൻ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ അദ്ദേഹത്തെ അങ്ങനെ എടുത്തു. അയ്യോ, കവർ ചെയ്തു. ഇതാണ് ശരിക്കും റെസ്ക്യൂ കാറ്റ്സ് അല്ലേ? റെസ്ക്യൂ കാറ്റ്സ്. അപ്പൊ അവരെ വെറുതെ തുറന്നിട്ടേക്കാം. അവരെങ്ങനെ റിയാക്ഷൻ നോക്കാം. ഞാൻ ഓ മൈ ഗോഡ്, ഞാൻ എന്താ ലോകത്തെത്തിയ പോലെ. ദൈവമേ, എന്തോ ഒരു പൂച്ച. ഇതൊക്കെ നമ്മള് പിന്നിൻട്രസ്റ്റില് എവിടെയാ നമ്മളിങ്ങനെ എവിടെയെങ്കിലും കണ്ടേക്കുന്ന സംഭവമാണ്. ആദ്യമായിട്ടല്ല, ഒരു മടി പിടിച്ച ആൾക്കാരാ. ഒരുത്തന് കണ്ണില്ലതാ, ഒറ്റ കണ്ണൻ.
പുതിയ ആള് ഞാനിവിടെ പുതിയ ആള് ഇരിക്കുമ്പോ അങ്ങോട്ട് പോയി എല്ലാരും സ്നേഹത്തിന് വേണ്ടിയിട്ടാണ്. അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൂച്ചകളാണോ ബോർഡിങ്? അപ്പൊ അവരൊക്കെ എപ്പോഴാ വന്നേ? ഓണേഴ്സിന്റെ പേരാണത്? പൂച്ചയുടെ പേര് ജോർജിയ. ഇവിടെ ഫുൾ ടൈം ആയിട്ടുള്ള ആളാണ്. വേറെ വീടൊന്നുമില്ല, ഇവിടെ തന്നെ. 2022 വന്നു, ഒക്ടോബർ 8-ന്. 2026 മാർച്ച് 25-ന് പോകും. അത്ര നാൾ ഇവിടെ ആയിരിക്കും. ഇതങ്ങനെ തന്നെ. എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോ കൊടുത്തയക്കണോ? വെക്കേഷനൊക്കെ പോകുമ്പോ? ഓ കളിമൂടി വേക്കൻസി ഒക്കെ ഉണ്ട് ഇവിടെ. ആക്ച്വലി ഇപ്പൊ 3 പണിക്കാരുണ്ട്. വേറൊരു ബഫി എന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടിയുണ്ട്, ഗ്രൂമിങ് ഒക്കെ ചെയ്യുന്ന. ഇവിടെ ഏറ്റവും ദേശക്കാരനെ കാണിച്ചതാ ഞങ്ങള്. ദേശക്കാരനെ ഇരിക്കണണ്ട, എന്റെ മുഖം കണ്ടറിയാം. നിങ്ങള് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. നിങ്ങൾക്ക് പുറത്തേക്ക് വരണമെന്നില്ല, രണ്ടുപേരും കാണണം. കണ്ടോ ഇത് കളിക്കണ്ടോ? നിങ്ങൾക്ക് ഒരു കൂട്ടിലിട്ടൂടെ? ഒരു കൂട്ടിലിട്ടൂടെ? അതെന്താ? ഇവരൊക്കെ പേഷ്യൻസ് ആണ്. മീൻസ് ഇവരെ സെപ്പറേറ്റ് ചെയ്ത് ഐസൊലേറ്റഡ് ആയിട്ട് വെക്കുന്നതാണ്. നമ്മുടെ അടുത്ത റൂമിലേക്ക് പോവാ. ഓ ഗ്രൂമിംഗ് റൂം. ഓ ഇവിടെയാണ് നിനക്ക് കൊറേ കടി മാന്തൊക്കെ കിട്ടിയേ. മിച്ചന് കൊറേ മാന്തിയും കടിയൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പൊ ഒന്നുമില്ല, പോയി. ഇതെന്താ ഇത്? നമുക്കൊരു സ്നിക്കർ എടുക്കാം. ഡ്രിങ്ക്സ് മിൽക്ക് ടീ എടുക്കാം. ഒരു മിൽക്ക് ടീ സ്നിക്കേഴ്സ്. അതെനിക്കിഷ്ടമല്ല. ഇവിടെ ആരൊക്കെ ഉണ്ട്? ഇവന്റെ കണ്ണിന് തിമിരാണ്. അപ്പൊ ഇവന്റെ ഐ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആളെ ഐസൊലേറ്റ് ചെയ്തേക്കണ. ഇവനും കണ്ണിന് പ്രശ്നമുണ്ട്. അപ്പോൾ രണ്ടുപേരും ഐസൊലേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അവർക്കറിയില്ലല്ലോ അവർക്ക് അസുഖമാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അവർക്കറിയില്ല, ബട്ട് ചെയ്തേ പറ്റും. ഇതെന്താ ഇവിടെ അടച്ചിട്ടേക്കണേ? ഓ ദിസ് ഈസ് ബിച്ചൂസ് റൂം. ഒരു റൂമിലേക്ക് കയറുമ്പോ ബിച്ചിന്റെ സാധനങ്ങൾ. ബിച്ച് ആക്ച്വലി ഒരു ഗ്രേറ്റ് ആർട്ടിസ്റ്റാണ്. മെയിൻലി ഫാഷൻ ഡിസൈനർ. ആൾ സ്വന്തമായിട്ട് മാനുഫാക്ചർ ചെയ്ത ഷൂസും ഡ്രസ്സസൊക്കെയാണ്. അപ്പോൾ റൂമിന് അതിൻ്റേതായൊരു സ്റ്റൈലുണ്ട്. ആളുടെ ആക്സസറീസ്, ഷൂസ് വെച്ചേക്കുന്ന ബോക്സസ്, പിന്നെ മിക്കതും പെട്ടിയിൽ തന്നെയാണ്. അത് വേറൊരു വ്ളോഗ് നമുക്ക് വേറൊരു ദിവസം. പക്ഷേ ഭയങ്കര സംഭവം. ഫാഷൻ ഡിസൈനർ കം കാറ്റ് ഗ്രൂമിങ് കം പിന്നെന്തായിരുന്നു ആർട്ടിസ്റ്റ് കം ബിസിനസ് മാൻ, ഫോറക്സ് ട്രേഡർ എല്ലാമാണ്. സകലകല വല്ലഭനാണ്. സകലകല അല്ലേ? പക്ഷെ എനിക്കിങ്ങനെ സ്നേഹം കൊണ്ട് വാരി പൊതിയാണ് ഗൈസ്. ഒരെണ്ണം മതി. ഇവിടെ വേറെ സ്ഥലത്ത് ഇവിടെ കുറച്ചുകൂടി ലക്ഷറീസ് ആക്കാം. ഒരു വലിയ റൂം കുറച്ചുകൂടി എനിക്ക് പേടിയാണ്. കുറച്ച് സൈസ് പേടിച്ചിരിക്കാണ്. ഞാനും പേടിച്ചിരിക്കുക. നിങ്ങളുടെ അച്ഛനമ്മയും ആശ്ചര്യമായിട്ടാണ് നിങ്ങൾക്ക് വലിയ റൂം. അവിടെ പാവങ്ങൾക്ക് ചെറിയ റൂം. ഇത് AC 24/7. അവിടെ
അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാണ്ടൊക്കെ. പൂച്ചയല്ലേ? ഇത് വേറെ റൂമാണ്. ഇവിടെ പൂച്ചയില്ല. ഏകദേശം $100 പെർ ഡേ. ഇല്ല, ഇവർ 14 വന്നേ, 26 പോകും. 10 days. ഇതിന് കുറച്ച് എക്സ്ട്രാ ബാൽക്കണി വ്യൂ ഉള്ളതുകൊണ്ട് എക്സ്ട്രാ പൈസ. പൂച്ചക്കല്ല റൂം. പറ പേടിയാണ്. പേടി, പൂച്ചയ്ക്ക് പേടി. ഒറ്റയ്ക്ക് ഒറ്റപ്പെട്ടല്ല ജീവിതം. നീ എവിടെ ഒറ്റയ്ക്ക്? നിനക്ക് ഇത്രയും പൂച്ചയുണ്ട്. നിനക്ക് ആരാ വേണം? ആക്ച്വലി ഇത് കുറച്ച് ബോറിംഗ് ആയിരുന്നു. കാരണം ലക്ഷറിയസ് റൂമായിട്ട് കാര്യമല്ല, ഒറ്റപ്പെടല എല്ലാത്തിനും. അവരുടെ ഓണേഴ്സ് അവർക്ക് നല്ലതല്ല ചെയ്തത്. പൈസ കൊടുത്ത് AC റൂം കിട്ടിയിട്ട് കാര്യമല്ല. നല്ല ഏരിയ ഉള്ള ഒരു ഇത് ബിച്ചു ഉണ്ടാക്കിയതാണ്. അടിപൊളിയായിട്ടുണ്ട്. ചെടി പിടിപ്പിക്കാന്ന് വെച്ചിട്ട് ഒരു വൃത്തിയായിട്ട കാര്യത്തിലാണ് അപ്പൊ ഇത് യൂസ് ചെയ്യണത്. സിഗരറ്റ് പറ്റിയിടാൻ. സോറി, എന്റെ വിധി ഇതായിപ്പോയി. അങ്ങനെ ഞങ്ങളിവിടെ ഫീഡിങ് ടൈമായി. പക്ഷെ എല്ലാ പാത്രം തേച്ച് കഴുകി തുടച്ച് വൃത്തിയാക്കി ക്യാറ്റ് ഫുഡ് ഇടാം. ഓക്കെ, feeding time. ഓ, നിരന്ന് വെച്ചു. ഞങ്ങളുടെ ലാസ്റ്റ് ഫീഡിങ് സെക്ഷൻ കഴിഞ്ഞു. ക്യാറ്റ്സിന്റെ ഈട് ഇതിങ്ങനെ പൊതിഞ്ഞിരിക്കണമെങ്കിൽ ഇവിടെ ഇതിന്റെ എൻഡിങ് വീഡിയോ എടുക്കണമെന്നായിരുന്നു. വന്ന് നിൽക്കണമെങ്കിൽ കൊഞ്ചിലിട്ടാൻ വേണ്ടി പോകാം. ഒരു തലോടിന് വേണ്ടി ആഗ്രഹിക്കുകയാണ്. നമ്മുടെ വീട്ടിലെ പൂച്ചനെ തലോടുമ്പോഴേക്കും ഒറ്റ ഓട്ടം വെച്ചിട്ടുണ്ട്. ഭയങ്കര അഹങ്കാരമാണ്. നമുക്ക് കുറെ പൂച്ചകള് ഒരുമിച്ച് കാണുമ്പോൾ ഉള്ള സന്തോഷം അത് ഒന്ന് വേറെ. ഈ കുറേ പൂച്ചകൾക്ക് ഇമോഷണൽ കണക്ഷൻ ഉണ്ട്. ഇവർക്ക് എന്നോട് സ്നേഹമുള്ളതല്ല. എനിക്കൊരു പൂച്ചനെ ഇഷ്ടപ്പെട്ടു. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു. എന്തായാലും ഞാൻ ഇനി ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും. ശരിക്കും ഒരു റിലാക്സിങ് മൈൻഡ്, ഭയങ്കര റിലാക്സ് ആണ്. ഇത്രയും നേരം എനിക്ക് വേറെ ഒരു ചിന്ത ഉണ്ടായില്ല. അല്ലെങ്കിൽ എവിടെ നടക്കുമ്പോൾ നാളെ എന്താ ചെയ്യേ, പിന്നെന്താ ചെയ്യേ, വേറെ പ്ലാനിങ്സ് അറിയാനുണ്ടാവും. ശരിക്കും റിലാക്സ് ചെയ്ത് വന്ന് നിൽക്കുക. എനിക്കിവിടെ മൈൻഡിൽ പറയാൻ പോലും പറ്റില്ല. എവിടെയാ തലോടെ സ്പോട്ടൊക്കെ കാണിച്ചില്ല. ബോണ്ട് എടുത്ത് പറ. ഇവനെന്റെ ഇഷ്ടപ്പെട്ട വണ്ടീകരണ പൂച്ച. ഇവനെന്റെ ഇഷ്ടപ്പെട്ട വണ്ടീകരണ പൂച്ച. വണ്ടീകരണം ചെയ്തിട്ട് റെസ്റ്റ് എടുക്കണ പൂച്ച. എന്ത് ഭയങ്കര പാവം. വന്ധീകരണം തന്നെ പറഞ്ഞേ. ചിറ്റ പറയണ്ട. ചിറ്റ പട്ടിനെ വന്ധീകരിക്കണം എന്ന് പറയുമ്പോ ഞാൻ ആ സംഭവം നോക്കും. ഇവനിങ്ങനെ ഐ കോണ്ടാക്ട് ഒക്കെ തരിക, റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക. മിലി, എന്റെ പഴയ മിലിന്ന് ഓർമ്മ. മിലി അതെങ്ങനെ എടുക്കുമ്പോ വെള്ളം പോലെ ഇരിക്കും. സ്കിൻ മാത്രമേ ഉള്ളൂ, മസിലൊന്നുമില്ല. വെച്ചത് അതെപ്പാ
ജിമ്മിൽ പോകുന്നുണ്ട് ഞങ്ങൾ. ജിമ്മിൽ പോകണം.